നമസ്തേ. കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 17 തീയതി, അതായത് ശരിയായ ക്രിസ്തുവർഷം 2025 മെയ് മാസം 31 തീയതിയും ശനിയാഴ്ച ദിവസവും പൂയം നക്ഷത്രവും പഞ്ചമി തിഥിയും പുലിക്കരണവും ശുക്ലപക്ഷവും ഒത്തുചേർന്ന ദിവസം, അന്ന് രാവിലെ 11:34 ശുക്രൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നു. ഈ സമയം 27 നക്ഷത്രത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെ ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നു. ശുക്രൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നു. ഈ സമയം 27 നക്ഷത്രത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെ ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നു. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വാതകഫങ്ങൾ കൂടിയ ദേഹസ്ഥിതിയും സൗമ്യദൃഷ്ടി, കാമശീലം, കറുത്ത ചുരുണ്ട തലമുടി, ശ്യാമസുന്ദര ശരീരം, നീളം, വണ്ണം ഇവയ്ക്കൊത്ത ഭംഗിയുള്ള അംഗങ്ങൾ, രജോഗുണം, അലങ്കാരശീലം, ഗുണം, സുഖം, ബലം, അലങ്കാരം, സുഗന്ധവസ്തുക്കൾ, ഉല്ലാസശീലം, മോഹനവസ്തുക്കൾ, കലകൾ മുതലായവ ശുക്രൻ്റെ പ്രേരണ മൂലമാണ് ഉണ്ടാകുന്നത്. ശുക്രന് പൗരുഷത്തേക്കാൾ സ്ത്രീത്വമാണ് മുമ്പിട്ട് നിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ ദാമ്പത്തിക ജീവിതം, പ്രണയകാര്യങ്ങൾ മുതലായവ അയാളുടെ ജാതകത്തിലെ ശുക്രസ്ഥിതി കൊണ്ട് നിശ്ചയിക്കാവുന്നതാണ്. ശുക്രൻ്റെ സ്വക്ഷേത്രം ഇടവം രാശിയും തുലാം രാശിയുമാണ്. ഉച്ചക്ഷേത്രം മീനം രാശിയും നീചക്ഷേത്രം കന്നി രാശിയുമാണ്. ശുക്രൻ വിവാഹത്തിൻ്റെ കാരകനാണ്. ആയതിനാൽ ജാതകത്തിൽ ശുക്രന് ബലമില്ലെങ്കിൽ വിവാഹം വൈകാനോ വിവാഹാദി കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനോ സാധ്യതയുണ്ടാകുന്നു. എന്നാൽ 7ാം ഭാവാധിപസ്ഥിതി, അതായത് പുരുഷന് 7ാം ഭാവാധിപൻ്റെയും സ്ത്രീക്ക് 7ഉം 8ഉം ഭാവാധിപൻ്റെയും സ്ഥിതി കൂടി പരിഗണിച്ചു വേണം വിവാഹാദി കാര്യങ്ങൾ പൂർണ്ണമായും ചിന്തിക്കുവാൻ. മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ ഈ കൂറിൻ്റെ 11 ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ആഡംബര വസ്തുക്കളിൽ നിന്നും ലാഭമുണ്ടാകുകയും കലയിൽ പ്രശസ്തിയും അംഗീകാരം ലഭിക്കുകയും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള യോഗം വന്നുചേരുകയും വിവാഹകാര്യങ്ങൾ നടക്കുന്നതിൽ അനുകൂലമായ കാലഘട്ടവുമാകുന്നു. സ്ത്രീകളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുകയും സഹോദരന്മാരിൽ നിന്നും ധനസഹായം ലഭിക്കുകയും തൊഴിലിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവും വന്നുചേരുന്നു. പുണർദം കാൽ, പൂയം, ആയില്യം, കർക്കിടകക്കൂറ് ഈ കൂറുകാർക്ക് ചാരവശാൽ 10 ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ തൊഴിലിൽ അഭിവൃദ്ധിയും അംഗീകാരവും ലഭിക്കും. ഗവൺമെൻറ് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ അനുകൂല കാലഘട്ടമാണ്. കലാകാരന്മാർക്ക് പുതിയ വഴിത്തിരിവ് ലഭിക്കുകയും സ്വർണം, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ ഇവ ലഭിക്കുവാനുള്ള യോഗവും വന്നുചേരുന്നു. ശരീരത്തിന് സൗന്ദര്യം വർദ്ധിക്കുകയും ഗവൺമെൻറ്റിൽ നിന്നും പലവിധ പദവികൾ ലഭിക്കുകയും ഫലമാകുന്നു. മകം, പൂരം, ഉത്രംകാൽ ഈ നക്ഷത്ര ജാതകർക്ക് ചാരവശാൽ ശുക്രൻ 9 സഞ്ചരിക്കുന്നതിനാൽ പ്രതീക്ഷിക്കാതെയുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുകയും ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുകയും വിവാഹകാര്യങ്ങൾക്ക് ഉത്തമമായ കാലഘട്ടവുമാകുന്നു. തൊഴിൽ തടസ്സം മാറുകയും പുതിയ തൊഴിൽ ലഭിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാകുകയും ടീച്ചർ, ഡോക്ടർമാർ എന്നിവർക്ക് അനുകൂല കാലഘട്ടവുമാകുന്നു. ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കുകയും ഫലമാകുന്നു. മൂലം, പൂരാടം, ഉത്രാടം കാൽ, ധനുക്കൂർ ഈ നക്ഷത്ര ജാതകർക്ക് ചാരവശാൽ 5 ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ സാധിക്കുകയും പുതിയ പ്രേമബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും മന്ത്രതന്ത്ര കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും കലാകാരന്മാർക്ക് കലയിൽ പ്രശസ്തിയും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുകയും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാൻ സാധിക്കുകയും പുരാതന വസ്തുക്കളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും ഫലമാകുന്നു. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അര ഈ നക്ഷത്ര ജാതകർക്ക് ചാരവശാൽ 4 ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും പുതിയ വാഹനയോഗം വന്നുചേരുകയും അമ്മ, അമ്മാവന്മാർ ഇവരിൽ നിന്നും
പലവിധ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും തൊഴിലുമായി ബന്ധപ്പെട്ട് സ്വദേശം വിട്ട് നിൽക്കേണ്ടതായ അവസ്ഥ വന്നു ചേരുകയും ലോൺ, ചിട്ടി എന്നിവ ലഭിക്കുകയും ഗൃഹത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കുകയും ഫലമാകുന്നു.